നമസ്കാരം, ഞാൻ സരിത ഹരി. വൈശാഖ മാസം ആരംഭമാണ് ഇന്ന് അല്ലേ? വൈശാഖ മാസം മാധവ മാസം എന്നും കൂടി അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായൊരു മാസമാണ് വൈശാഖ മാസം. ഈ മാസത്തിൽ നമ്മൾ എന്ത് തന്നെ ചെയ്താലും, അതായത് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇരട്ടി പുണ്യം ലഭിക്കും എന്നാണ് പഴമക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നതും നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അതായത് വൈഷ്ണവ ഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ് ഇത്ര കാലമായിട്ട് ഫോളോ ചെയ്യുന്നത്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതുപോലെ നാമം ജപിക്കുക. എത്ര നാമം ജപിക്കുന്നുവോ അത്രയും പുണ്യമാണെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കുക. നാമം ജപിക്കാൻ വേണ്ടി വൈശാഖ മാസം കാത്തിരിക്കുക അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. പക്ഷേ വൈശാഖ മാസത്തിൽ നമ്മൾ ജപിക്കുന്ന നാമത്തിനായാലും അതുപോലെ മന്ത്രങ്ങൾക്കായാലും അതിന് ഇരട്ടി പുണ്യമാണ് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും നമ്മൾ അതിന് പ്രാപ്തരാക്കുക. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണോ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുവോ ആ കുട്ടി അത് ഫോളോ ചെയ്തിട്ടായിരിക്കും വളരുക അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നാമം ജപിക്കാനും അതുപോലെ മന്ത്രങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, പിന്നെ അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹരിനാമ കീർത്തനം ജപിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്നും അറിയില്ലാച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നാരായണ നാമം ജപിക്കാൻ അറിയുന്നുണ്ടാവും. നാരായണ 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 എന്നുള്ള നാമം മുടങ്ങാതെ, അതായത് ഈ ഒരു മാസത്തിൽ മുടങ്ങാതെ ജപിക്കുക. അതും വളരെ ഉത്തമമാണ് കേട്ടോ. മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ അവതരിക്കുന്ന സമയമാണ് ഈ ഒരു മാധവ മാസം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയാണല്ലേ. ആ ലക്ഷ്മി ദേവി ഭൂമിയിലുള്ള മാസം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. നമ്മൾ അത്രയും എന്തൊക്കെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനൊക്കെ ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുക. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ 4 സപ്താഹങ്ങളാണ് വായന നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ വായനയിലൊക്കെ പങ്കെടുക്കുക. ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ പറയുന്നതും അതുപോലെ ഗുരുവായൂരപ്പന്റെ നാമങ്ങൾ കേൾക്കുന്നതും വളരെ നല്ലതാണല്ലോ. ഇനിയിപ്പം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ല വെച്ചാൽ ഇതൊക്കെ വന്നിരുന്ന് കേൾക്കുന്നതും നല്ലതാണല്ലോ. അതുപോലെ ഈ ഒരു മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിഷ്ണു സഹസ്രനാമത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയില്ല, നോക്കി വായിച്ചാൽ തെറ്റോന്ന് പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കണം എന്നില്ല, നിങ്ങൾക്ക് നാരായണ നാമം അറിയാം, അല്ലെങ്കിൽ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ, ഈ ഒരു മന്ത്രമായാലും ജപിക്കാം. എന്ത് മന്ത്രം തന്നെ ആയാലും ജപിക്കാട്ടോ. മാധവ മാസം ആയതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുന്നതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക എന്ന് മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ മറ്റുള്ള അമ്പലങ്ങളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.